ഇറാന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തിന് IRGC കനത്ത തിരിച്ചടി നൽകി. ബഹ്റൈനിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിന് ഇറാൻ തീയിട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. ഡസൻ കണക്കിന് ഡ്രോണിൻ്റെ പെരുമയാണ് 5ാം കപ്പൽ പടക്ക് നേരെ ഇറാൻ അയച്ചുവിട്ടത്. അനിയന്ത്രിതമായ രീതിയിൽ ഒന്നിന് പിറകെ ഒന്ന് എന്ന തരത്തിൽ ഈ കപ്പൽപ്പടയുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും പ്രവേശിക്കുകയും സർവ്വ മേഖലയിൽ തീപിടുത്തമുണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. അതിൻ്റെ നാശനഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല. ഡ്രോണിൻ്റെ പെരുമയെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തു. ആളിക്കത്തുകയാണ് അമേരിക്കയുടെ സൈനിക ബേസിൻ്റെ ഒരു ഭാഗം എന്നുള്ളതാണ്. പിന്നീട് തീ അണക്കാൻ സാധിച്ചു എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് പുറത്തു വരുന്നു. വലിയ തരത്തിലുള്ള നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആ മേഖലയിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. ഇറാൻ ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നു. ഭൂമി കുലുങ്ങുന്ന തരത്തിലുള്ള തിരിച്ചടി അമേരിക്ക നേരിടേണ്ടി വരുമെന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ അതിന് ആസൂത്രണം ചെയ്യുകയും സംവിധാനമൊരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം മുൻപ് തന്നെ അമേരിക്കക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ മേഖലയിലൂടെ ആക്രമണം നടത്തി കപ്പലുകളെ സ്വതന്ത്രമായ രീതിയിൽ പറഞ്ഞയക്കാനുള്ള ആ ശ്രമം അത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ സർവനാശം വീണ്ടും കാണേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്ക ഈ വർത്തമാനമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. 5ാം കപ്പൽപ്പട മേഖലയിൽ ഈ സൈനികർ കൂട്ടത്തോടു കൂടി ഓടി രക്ഷപ്പെടുന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നു. സൈനികർ പ്രത്യേകമായ രീതിയിൽ സുരക്ഷാ മേഖലയിൽ നിലനിൽക്കണമെന്നും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ ഒരുക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ വീണ്ടും ആക്രമണം ഉണ്ടാവാൻ സാധ്യതകൾ അമേരിക്ക മുൻകൂട്ടി കാണുന്നു എന്ന്. അതോടനുബന്ധിച്ച് തന്നെ ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു എണ്ണക്കപ്പലിനെ കൂടി ഇറാൻ ആക്രമിച്ചു എന്നത് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നു. തങ്ങൾ കാണിച്ചു കൊടുത്ത മേഖലയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ തങ്ങളുടെ അനുവാദമില്ലാതെയും അതോടൊപ്പം തങ്ങളുടെ മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ടും ഒരു കപ്പൽ കൂടി ഈ അതിർത്തി കടക്കാൻ വേണ്ടി ശ്രമം നടത്തി. പക്ഷേ തങ്ങളത് അവരെ തുരത്തുകയും വലിയ രീതിയിലുള്ള നാശങ്ങൾ അവർക്ക് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് IRGCയുടെ റിപ്പോർട്ട്. ഇപ്പം നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടൊരു ധാരണാരൂപങ്ങൾ ഉണ്ടാക്കുകയും മേഖല സംഘർഷാവസ്ഥ ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം, നീങ്ങണം എന്നുള്ളതൊക്കെയാണ് അതിനോടനുബന്ധിച്ച് പറയപ്പെട്ടത്. എന്നാൽ ഈ മേഖലയിൽ നിന്ന് അമേരിക്ക ചെയ്തിരിക്കുന്ന കാര്യം വളരെ രഹസ്യമായ രീതിയിൽ മറ്റൊരു രഹസ്യപാത അഥവാ വ്യാജപാത എന്നും ചില റിപ്പോർട്ടിൽ സമാന്തര പാത എന്നും പറയുന്നു. ഹോർമുസിൻ്റെ വടക്ക് ഭാഗം ചേർന്നുകൊണ്ട് അഥവാ ഒമാനോട് ചേർന്നുകൊണ്ട് ഉണ്ടാക്കി എന്ന് മാത്രമല്ല ഇതിലൂടെ വളരെ രഹസ്യമായ രീതിയിൽ കപ്പലിനെ പറഞ്ഞയക്കുകയും ചെയ്തു. ഇൻ്റർനാഷണൽ മറൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം രഹസ്യമായ രീതിയിൽ അമേരിക്ക ഉണ്ടാക്കി. ചാരപ്രവർത്തനം ചെയ്യുന്ന കാര്യത്തിലും ചതി ചെയ്യുന്ന കാര്യത്തിലൊക്കെ അവർ എല്ലാ കാലത്തും 1ാം നമ്പറാണ്. അങ്ങനെയാണ് നാഷണൽ ഹൈവേക്ക് പകരം ഈ സമാന്തര പാത ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് കടലിൻ്റെ അകത്തും അവർ ആ പ്രവൃത്തി ചെയ്യുകയും ഇതിലൂടെ കപ്പലിനോട് പോകാൻ വേണ്ടി പറയുകയും നിങ്ങൾക്ക് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിരിക്കുന്ന സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും പല കപ്പലുകൾ അങ്ങോട്ട് പ്രവേശിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് തിരിച്ചടി ഉണ്ടായി. ഇതോടനുബന്ധിച്ച് ഇൻ്റർനാഷണൽ മറൈൻ ഓർഗനൈസേഷൻ തൽക്കാലത്തേക്ക് ഈ പ്രവർത്തനങ്ങൾ ഈ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർത്തിവെച്ചതായിരിക്കുന്ന പ്രഖ്യാപനം വന്നു. UN ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു ശ്രമങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ആലോചിച്ചിരുന്നെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് നടന്നിട്ടില്ല, അല്ലെങ്കിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീട് ഈ ബഹ്റൈന് ശേഷം വീണ്ടും ആക്രമണം നടന്നതായിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുവൈറ്റും ജോർദാനും ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ്. ജോർദാനിൽ വലിയ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ അമേരിക്കയുടെ വലിയ സൈനിക ബേസ് ഉണ്ട്. ഏകദേശം 100 മുതൽ 150 കിലോമീറ്ററോളം വിസ്താരമുള്ള പല മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ സൈനിക ബേസ് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ജോർദാൻ എന്ന് പറയുന്നത്. ഇവിടെ 6 മുതൽ 12 സൈനിക ബേസെങ്കിലും അമേരിക്കക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ജോർദാനെയും കുവൈറ്റിനെയും ബഹ്റൈനെയും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. സമാധാന ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിൽ സംസാരിച്ചത്
ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഘർഷാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് താൻ മനസ്സിലാക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അഥവാ ഇനിയും ചർച്ച ഉണ്ടാവാം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിൽ ഇറാൻ ആക്രമിച്ചതിന് അമേരിക്കയുടെ ഭാഗത്ത് ഒരു തിരിച്ചടി ഉണ്ടാവില്ല എന്നുള്ള അഭിപ്രായം പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ തുടക്കം എന്ന് പറയുന്നത് സിംഗപ്പൂരിലേക്ക് പോയിരുന്ന എവർ ലവ്ലി എന്ന് പറയുന്ന കപ്പലിനെ ഇറാൻ ആക്രമിച്ചതാണ്. ഇറാൻ പറയുന്ന കാര്യം വളരെ കൃത്യതയോടുകൂടി ധാരണാപത്രത്തിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹോർമസുമായിട്ട് ബന്ധപ്പെട്ട തങ്ങളുടെ ബന്ധം വൈകാരിക ബന്ധമാണ്, തങ്ങളുടെ ഭാഗമാണ്, തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്. അതിലൂടെ കപ്പൽ പോകാം, വിഷയമൊന്നുമില്ല. ഞങ്ങൾ അതിന് പാത ഒരുക്കി കൊടുക്കും, പാത ഞങ്ങൾ കാണിച്ചു കൊടുക്കും, അതിലൂടെ മാത്രമേ പോകാൻ വേണ്ടി പറ്റൂ. ഇറാൻ്റെ ഭാഗം ഒമാൻ്റെ ഭാഗം ചേർന്ന് കൊണ്ട് പോവുകയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു യുദ്ധസമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് തങ്ങൾ അത് അംഗീകരിക്കില്ല, തങ്ങൾ അവരെ ആക്രമിക്കുന്നതാണ് എന്നുള്ള മുന്നറിയിപ്പ് ഇതിന് മുൻപ് നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ആക്രമണം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 2-3 താല്പര്യങ്ങൾ ഈ വിഷയത്തിലുണ്ടായിരുന്നു. അതിലൊന്ന്, ഹോർമുസിനെ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ പിന്നീട് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഇറാനുമായിട്ട് ചർച്ച ചെയ്യാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത്. അഥവാ ഏതെങ്കിലും ഒരു നിയന്ത്രണം വേണം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹോർമുസാണ് വിഷയം, ആണവായുധം വിഷയമല്ല. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹോർമുസ് വിഷയമല്ല, ആണവായുധമാണ് വിഷയം. രണ്ട് രാജ്യത്തിനും 2 താല്പര്യങ്ങളാണ്, 2 വിഷയങ്ങളാണ്, 2 സ്ഥിതികളാണ്, 2 സമീപനങ്ങളാണ്. ഈ റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇന്നത്തെ രാത്രിയൊക്കെ വലിയ രീതിയിലുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഹോർമുസിൻ്റെ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാവും. 2 റിപ്പോർട്ട് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഒന്ന്, 100ഓളം കപ്പലുകളെ ഇറാൻ അവിടെ നിന്ന് പുറത്ത് കടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പോകാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. അതിനൊരു പക്ഷേ ചുങ്കം വാങ്ങിയിട്ടുണ്ടാവും. സ്വതന്ത്രമായ രീതിയിലുള്ള പാത അവർക്ക് ഒരുക്കി കൊടുക്കുകയും അവർ സ്വതന്ത്രമായ രീതിയിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അവർ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ഇനി ഈ ഭാഗം നോക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് 24-25 കപ്പലുകൾ അന്നത്തെ രാത്രി തന്നെ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സ്ഥിരീകരിച്ച റിപ്പോർട്ടല്ല. അടുത്ത കപ്പൽ പോകുന്ന സമയത്താണ് ഇറാൻ കണ്ടത് എന്നുള്ളതും അതിനോടനുബന്ധിച്ചാണ് ആക്രമണം ഉണ്ടായത് എന്നുമാണ് പറയപ്പെടുന്നത്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ മിക്കവാറും നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇറാനോ റഷ്യയോ ചൈനയോ പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഇറാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇറാൻ്റെ സാറ്റലൈറ്റ് വഴി ഈ ചിത്രങ്ങൾ എടുക്കാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും, വല്ലാത്ത രീതിയിൽ തങ്ങൾ വിശ്രമിക്കില്ല എന്ന് മുൻപ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കരാർ വ്യവസ്ഥ ഇസ്രായേലിന് ലംഘിക്കാമെങ്കിൽ അത് ഇറാനും ലംഘിക്കാൻ പറ്റും, അമേരിക്കയ്ക്ക് ലംഘിക്കാമെങ്കിൽ അത് ഇറാൻ ലംഘിക്കാൻ പറ്റും. ഒരു കൂട്ടർക്ക് മാത്രം ലംഘിക്കാൻ പറ്റും, മറ്റവർക്ക് ലംഘിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് ഇപ്പോഴത്തെ നിലയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്രതികരിച്ചത് എന്ന് ചുരുക്കം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ സങ്കീർണമായിരിക്കുന്ന ചില വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അഥവാ ഇനിയൊരു ആക്രമണം കൂടി ഒരു പക്ഷേ ഇറാൻ നടത്താൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. അതിന് അറേബ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സർവ്വമേഖല വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. ആ തരത്തിൽ കാര്യങ്ങൾ പോകുന്നു. അതിൻ്റെ മറ്റൊരു വേർഷൻ കൂടി ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇസ്രായേലിനെയും ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഔദ്യോഗിക റിപ്പോർട്ടൊന്നും അല്ല എങ്കിൽ പോലും. പക്ഷേ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു പ്രതികരണം പുറത്ത് വന്നത് അത് അറേബ്യൻ രാജ്യങ്ങളോട് പറഞ്ഞതായിരിക്കുന്ന കാര്യമാണ്. അമേരിക്കയോടൊപ്പം ചേർന്നാൽ ഗൾഫ് രാജ്യങ്ങൾ നിന്ന് കത്തും എന്ന തരത്തിൽ IRGC ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന തരത്തിൽ അത് അവസാനിക്കുകയില്ല, അതിൻ്റേതായിരിക്കുന്ന വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകും എന്നും അത് വലിയ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു വെക്കുന്നു എന്ന് ചുരുക്കം. ഇത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അഥവാ വെടികൊണ്ട സിംഹമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ. അവരെന്തു ചെയ്യും, എങ്ങനെയും ചെയ്യും. അതുകൊണ്ടാണ് കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഗസയുമായിട്ടൊരു കരാർ വ്യവസ്ഥ ഇസ്രായേൽ ഉണ്ടാക്കി. അത് അമേരിക്കയുടെ നേതൃത്വത്തിലായി 20ഓളം രാജ്യങ്ങൾ അതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അതിനുശേഷം 300-ലധികം തവണ ഇസ്രായേൽ കരാർ ലംഘിച്ചുകൊണ്ട് ഗസയെ ആക്രമിച്ചിട്ടുണ്ട്. അതിൽ 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടി പരിശ്രമം നടത്തിയ ഒരു രാജ്യവും കമാ എന്ന് പറയുന്ന ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, എതിർപ്പേ പറഞ്ഞിട്ടില്ല. അവർ വളരെ കൃത്യതയോടുകൂടി ആ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് എന്ന് ചുരുക്കം. അപ്പോൾ അവർ ഇങ്ങനെ കൊലപാതകം ചെയ്യുന്നുണ്ട്. ഗസയെ സംബന്ധിച്ചിടത്തോളം അത് രാജ്യമല്ലാത്തതുകൊണ്ട് തിരിച്ചടിക്കാൻ വേണ്ടി പറ്റിയില്ല. അവർ
എന്ത് ചെയ്തിട്ടുണ്ട്? അവർ കരാർ വ്യവസ്ഥ പാലിച്ചുകൊണ്ടേയിരുന്നു എന്നൊരു പരാതികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇറാൻ അങ്ങനെയല്ല. ഇറാൻ കരാർ വ്യവസ്ഥ ലംഘിക്കുമ്പോൾ തിരിച്ച് കരാർ വ്യവസ്ഥ ലംഘിക്കും, അടിക്കുമ്പോൾ തിരിച്ചടിക്കും. ആ തരത്തിലാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.